Good morning. I am Dr. Priya Radhakrishnan, consultant fertility specialist, Isha Fertility and Gynecology Center, consultant gynecologist, Cooperative Hospital, Palakkad. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളെല്ലാം കേട്ട് കാണും, ഇപ്പോൾ ക്യാൻസറിന് എഗെയിൻസ്റ്റ് ആയിട്ട് വാക്സിൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന കേട്ട് കാണും. എന്ത് ക്യാൻസറിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വാക്സിൻ? എന്ത് വാക്സിനാ? ആരൊക്കെയാണ് എടുക്കേണ്ടത്? എങ്ങനെ എടുക്കേണ്ടതൊക്കെ അറിയണ്ടേ? അപ്പം നമ്മൾ പറയുന്നത് ഗർഭാശയഗളം അഥവാ സർവിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ക്യാൻസർ ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു ക്യാൻസറാണ്. അതിനെയാണ് നമ്മൾ വാക്സിൻ കൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്യാൻസർ HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് വഴിയാണ് കൂടുതലായും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വൈറസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് സെക്ഷൽ ആക്ടിവിറ്റി, അതായത് ലൈംഗിക ബന്ധം തുടങ്ങിയ ശേഷമാണ് കൂടുതലായിട്ടും സർവൈക്കൽ ഭാഗങ്ങളിൽ കണ്ടുവരുന്നത്. അപ്പോൾ അത് ലൈംഗിക ബന്ധം തുടങ്ങുന്നതിന് മുമ്പെയാണ് ഈ വാക്സിൻ നമ്മൾ സാധാരണയായി കൊടുക്കേണ്ടത്. അപ്പോൾ എന്താ വേണ്ടത്? ഏകദേശം ടീനേജ് ഉള്ള കുട്ടികൾക്ക് 9 മുതൽ 15 വയസ്സ് വരെ കൊടുക്കുകയാണെങ്കിൽ ഈ വാക്സിൻ നമുക്ക് 2 ഡോസ് കൊടുത്താൽ മതിയാകും. അതിന് മുകളിലുള്ളവർക്കോ ലൈംഗിക ബന്ധം തുടങ്ങിയവർക്കോ 45 വയസ്സ് വരെയും വാക്സിൻ കൊടുക്കാം. പക്ഷേ അത് 3 ഡോസ് വേണ്ടി വരും. പല രീതിയിലുള്ള വാക്സിനുകൾ ലഭ്യമാണ്. ഏറ്റവും കൂടുതലായി സർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്ന വൈറസ് HPV 16-18 വിഭാഗങ്ങളിൽപ്പെട്ട വൈറസാണ്. ഈ വൈറസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വൈറൽ വാക്സിൻ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് ലഭ്യമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ മുൻപ് ലഭിച്ചിരുന്ന വാക്സിനേക്കാൾ വിലയും കുറവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്കെല്ലാം ഇതിനുള്ള വാക്സിൻ കൊടുക്കുകയാണ് ഏറ്റവും വേണ്ടത്. പിന്നെ നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വൈറൽ വാക്സിൻ ഗാഡാസിൽ എന്ന് പറയും. ആ വാക്സിൻ 9 ഇനം വൈറസുകളെ പ്രതിരോധിക്കുന്ന വാക്സിനാണ്. പക്ഷെ ഏകദേശം ഇതിന്റെ 3 ഇരട്ടിയോളം വില വരും. ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻ തന്നെ ഏകദേശം 85-90% പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ടീനേജ് കുട്ടികൾക്ക് ഈ വാക്സിൻ കൊടുക്കാം. ലേറ്റർ ഓൺ നമ്മുടെ വാക്സിനേഷൻ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ഇൻഫർമേഷൻ ഒന്നുമില്ല. ഈ വാക്സിൻ്റെ പേര് സെർവോവാക് എന്നാണ്. ഈ വാക്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മളെ ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുകയാണ് വേണ്ടത്. ഈ വാക്സിൻ 9 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 0 ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ 6 മാസത്തിൽ 2ാമത്തെ ഡോസ് കൊടുക്കണം. 15 വയസ്സിന് മുകളിലുള്ളവർക്കാണെങ്കിൽ 0, 2 and 6 മന്ത്സിലാണ് കൊടുക്കുന്നത്. 45 വയസ്സ് വരെ ഉപയോഗിക്കാം. ആൺകുട്ടികൾക്കും 26 വയസ്സ് വരെ കൊടുക്കാം. അപ്പോൾ ചോദിക്കും, ആൺകുട്ടികൾക്ക് എന്തിനാ സർവൈക്കൽ ക്യാൻസറിന് എഗെയിൻസ്റ്റുള്ള വാക്സിൻ കൊടുക്കുന്നതെന്ന്. ആൺകുട്ടികളിൽ കണ്ടുവരുന്ന ജെനിറ്റൽ വാർഡ്സ്, അതായത് ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ കാണുന്ന അരിമ്പാറ പോലെ പകരുന്ന അസുഖമാണ്. HPV വഴിയാണ് അതും ഉണ്ടാകുന്നത്. അതിനെ പ്രതിരോധിക്കാനും പെനസിൽ ഉണ്ടാകുന്ന ക്യാൻസർ പോലുള്ള സാധനങ്ങൾ, ഓറോഫെറിഞ്ചൽ ക്യാൻസർ, വായിലും തൊണ്ടയിലും ഉണ്ടാകുന്ന ക്യാൻസർ പ്രതിരോധിക്കാൻ ഇത് ഉപയോഗിക്കാം. ഇത് ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളിൽ സർവൈക്കൽ ക്യാൻസർ മാത്രമല്ല, വജൈന, വൾവ, ഓറോഫെറിഞ്ചൽ റീജിയൻ ഇവിടെയുള്ള ക്യാൻസറുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും ഈ വാക്സിൻ പ്രയോജനപ്രദമായി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വാക്സിൻ്റെ പേര്, വാക്സിൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ആർക്കൊക്കെ കൊടുക്കാം, എന്തൊക്കെയാണ് പ്രയോജനങ്ങൾ എന്നുള്ളത്. എൻ്റെ ഇൻസ്റ്റയുടെയും യൂട്യൂബിൻ്റെയും ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ടേ.